ഇഷ്ടംപോലെ കാശുണ്ടാക്കി. പലരും പറഞ്ഞു 2025 ബുദ്ധിമുട്ടാണ് ആയിരുന്നു, അങ്ങനെയായിരുന്നു, കഷ്ടപ്പാടായിരുന്നു. ഞാനൊരു കാര്യം പറയാം, 2014 ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ പണത്തിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നന്നായിട്ട് സമ്പാദിച്ചു. 5,25,00,000 രൂപ ഞാൻ ഈ ബിസിനസ്സിലൂടെ സമ്പാദിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടുമുണ്ട്. കാരണം സുനിൽ പറഞ്ഞ ടാർഗറ്റുകളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. അതിൽ ഞാൻ ചെറുതായിട്ട് ചെയ്തൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ചെറുതായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു 1 കിലോ സ്വർണം മേടിക്കണം. ഞാൻ മേടിച്ചു വെച്ചു. ഞാൻ മേടിച്ച് 24,000 27,000 ഇന്ന് എവിടെ എത്തി? ഇന്ന് എൻ്റെ കയ്യിൽ 1,30,00,000 സ്വർണം മാത്രമുണ്ട്. 1 ഉറുപ്പ്യ കടവില്ല, കഷ്ടപ്പാടില്ലാതെ ആവേശത്തോടുകൂടി. ലൈഫ് സ്റ്റൈലാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ലൈഫ് സ്റ്റൈൽ ജീവിക്കുക. ഞാൻ നേരത്തെ രാജേഷോട് പറയുമ്പോൾ ഞാൻ അതാ പറഞ്ഞേ, നന്നായിട്ട് പണിയെടുക്കുക, നന്നായിട്ട് കാശുണ്ടാക്കുക, നന്നായിട്ട് ജീവിക്കുക. ഇതാണ് എൻ്റെ പോളിസി. ഇന്നും ഞാൻ ചെയ്യുന്നത് അതാണ്. ഞാൻ പറയുന്നത് നിങ്ങളോട് ഓരോരുത്തരോട് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, കാശുണ്ടാക്കണം. കഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, ഇതിലൊന്നും കാര്യമില്ല. ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അറ്റ് ലാസ്റ്റ് എല്ലാത്തിൻ്റെ അവസാനം നമ്മൾ ആരാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ ബാങ്ക് ബാലൻസ് ആണ്. എന്തായാലും ഇൻഡസ്ട്രിയും അങ്ങനെ ഒരു വലിയ വാതിലാണ് തുറന്നിട്ടിരിക്കുന്നത്. മണിസാർ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ അതൊന്നും നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ഇൻഡസ്ട്രിയും തരും. ഇത്രയും കാലം ഞാൻ ചിന്തിച്ചിരുന്നത് 2030 ബിസിനസ് പരിപാടി റിട്ടയർ ചെയ്യണം എന്നുള്ളതാണ്. കാരണം സുനിൽ പറയുമായിരുന്നു 2030 ആയി കഴിഞ്ഞാൽ പുള്ളി നിർത്തുവന്നു. അതുകൊണ്ട് അപ്പം ഞാനും കൂടുതൽ തീരുമാനിച്ചു, എന്തായാലും ധോണി നിർത്തിയപ്പോൾ റൈനിയെ നിർത്തി, അപ്പം അതിൻ്റെ കൂടെ പോലെ സുജിബായി നിർത്തുന്ന കാലത്ത് ഞാനും ഒന്ന് നിർത്തിക്കളയാം. അപ്പം ക്രൗഡ് അടിക്കണം എന്നുള്ള ചിന്തയൊന്നും അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ചിന്തിച്ചത്രേ ഉള്ളൂ, എന്താണെന്ന് വെച്ചാൽ ആ സമയമാകുമ്പോൾ ഇമ്പീരിയൽ എന്തായാലും ഞാൻ അടിക്കും. 2030 പ്രോഗ്രാമിന് പോകുമ്പോൾ എൻ്റെ ബെന്നി കാർ ഡ്രൈവ് ചെയ്തിട്ടായിരിക്കും ഞാൻ പോവാം. ആ ഒരു കുറേ അസൂയക്കാർ കൈയടിച്ചിട്ടില്ല, ഞാൻ പിന്നെ കണ്ടോളാം. അപ്പോൾ എൻ്റെ ബെല്ലിക്കാർ ഡ്രൈവ് ചെയ്തിട്ടാവും ഞാൻ പോകുന്നുള്ള കാര്യത്തിൽ എനിക്കാകാതെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ പോയത്. ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ പോയത്. ബാംഗ്ലൂർ പോയപ്പോൾ കളി മാറി. അവിടെ വന്ന് കിട്ടിയ എന്താ പറയുക അനൗൺസ്മെൻറ്റുകൾ അല്ലേ, സ്വപ്നം കാണാൻ പറ്റാത്ത അനൗൺസ്മെൻറ്റുകൾ. ബ്ലാക്ക് ഡയമണ്ട് ആയ കാശിന് പുറമെ 10 ലക്ഷം രൂപ ബോണസ് ആയിട്ട് ബാങ്കിൽ. ചെറിയ കാര്യമാണോ? എന്തായാലും ഈ വർഷം അതൊന്നും മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്താ, പിന്നെന്താ വേണ്ടത്? അടുത്ത റാങ്ക് പിടിക്കണം. അടുത്ത റാങ്കിൽ എന്താ ഉള്ളത്? റോയൽ ബ്ലാക്ക് ഡയമണ്ട്. എന്താ കിട്ടുക? പോർഷെ കാർ. എന്ത് ദുൽഖർ മാത്രം ഡ്രൈവ് ചെയ്താൽ മതിയോ? സുജിബായി പോർഷെ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ അസൂയോടുകൂടി ജീവിക്കാൻ പറ്റുമോ? ഞാനും മേടിക്കും അടുത്ത 2 വർഷം കൊണ്ട് ഒരു പോർഷെ കാർ, നോ ഡൗട്ട് അല്ലേ? അത് മാത്രമാണോ? US-ലേക്ക് ട്രിപ്പ് അമേരിക്കയിൽ പോയിട്ട് വരണം. എൻ്റെ മോനെ വലിയ ആഗ്രഹമാണ് അമേരിക്ക കൊണ്ടുവരണമെന്നേ. കുട്ടികളുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ വേറെ ആരാ സാധിച്ചു കൊടുക്കുക? പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിൽക്കുമോ? ഇല്ല. അടുത്തത് വീണ്ടും 1 കിലോ സ്വർണം കിട്ടുന്നു. വീണ്ടും 1 കിലോ സ്വർണം, ഇമ്പീരിയൽ ബ്ലാക്ക് ഡയമണ്ട്. എന്തായാലും ഐഷുവിന് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഐഷു തെറ്റിദ്ധരിക്കേണ്ട, ഐശ്വര്യ എൻ്റെ വൈഫാണ്. അവർക്ക് സുജിബായി മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങാൻ പറ്റും. എനിക്ക് ഞങ്ങൾ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും അതേപോലൊരു ബലകം 1 കിലോ സ്വർണം ഭാര്യയുടെ കൈ കൊണ്ട് തന്നെ വാങ്ങിപ്പിച്ചു കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നിർത്തുമോ സാറേ ചോദിച്ചാൽ ഇല്ല, നിർത്തൂല. കാരണം എന്താണെന്നറിയോ? ഞാൻ വിചാരിച്ചു 2030 നിർത്തണമെന്ന്. ഇനിയിപ്പോൾ 2030 കണക്കില്ല, ക്രൗൺ ബ്ലാക്ക് ഡയമണ്ട് ആയിട്ടേ നിർത്തുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ ഐശ്വര്യയോട് ചോദിച്ചു, ഐശ്വര്യ ഇങ്ങനെ ഞങ്ങൾ ഈ വർഷത്തിൽ ഞാൻ കുറച്ച് ടാർഗറ്റുകൾ വെച്ചിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റുകൾ ഒന്ന് 1 കോടി രൂപ ഇൻകം, 2 ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ ആയിട്ട് മാറണം. മൂന്നാമത്തെ കാര്യം 3 കാർ ഞാൻ ഈ വർഷത്തിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. 3 കാറുകൾ ഈ വർഷം പർച്ചേസ്. അതിലിപ്പോൾ ഒരു കാർ ഇപ്പോൾ അടുത്ത് വരും, ഒരു 30 ഡേയ്സിനുള്ളിൽ വരുമെന്ന് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 കാർ ഞാൻ ഈ വർഷത്തിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങളുടെ ഒരു ടാർഗറ്റായിരുന്നു ഒരു വില്ല. അപ്പോൾ ആ ബില്ല് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിന് അഡ്വാൻസ് കൊടുത്ത് അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുക, അതിന് കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഐഷുവിനോട് ചോദിച്ചു, ഐഷു നമ്മൾ സത്യത്തിൽ ഇവിടെ വില്ലയ്ക്ക് കാശ് മുടക്കണം? എന്തായാലും ബുർജ് ഖലീഫയിൽ ഫ്ലാറ്റ് കിട്ടും, ഇനി ഇവിടെ കാശ് മുടക്കി എന്തായാലും കിട്ടിയ പോണ്ടേ? ഇപ്പോൾ ചോയ്സ് ഒന്ന് മാറ്റി ജെംസിലേക്ക് മാറ്റണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം ദുബായി പോകണമല്ലോ അടുത്ത 5 വർഷം കഴിയുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കി, അഡ്രസ്സ് എങ്ങനെയായിരിക്കും? വെറും 3 ലൈൻ അഡ്രസ്സ് അല്ലേ? വെറും 3 ലൈൻ. ഓം പ്രകാശ് വി 150A, അതായത് 150 പറഞ്ഞ ഫ്ലോർ എ, എൻ്റെ അപ്പാർട്ട്മെന്റ് 150A ബുർജ് ഖലീഫ. പിൻകോഡിൻ്റെ ആവശ്യമുണ്ടോ ശ്രീത്തെ? DRLP സ്കൂൾ വേണോ? വേണോ? കുണ്ടുകടവ് വഴി വേണോ? NH47 വേണോ? വെറും 3 ലൈൻ. ഓം പ്രകാശ് വി 150A ബുർജ് ഖലീഫ, 3 ലൈൻ അഡ്രസ്. ലോകത്താ